AI നമ്മളെ സീക്രട്ട്ലി കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണെന്നല്ലേ? ഇത് അമൽ. അവന് നാളെ ഒരു എക്സാം ഉണ്ട്. ഇന്ന് തൊട്ടേലും പ്രൊഡക്റ്റീവായി പഠിച്ചാലേ ഉള്ളൂ എന്തെങ്കിലും എഴുതി വെക്കാൻ പറ്റും. അതുകൊണ്ട് രാവിലെ നേരത്തെ എണീക്കാൻ അലാറം ഒക്കെ വെച്ചിട്ടാണ് കിടന്നത്. അവൻ അലാറം ഓഫാക്കാൻ ഫോൺ എടുത്തു. അപ്പോഴാണ് ഒരു നോട്ടിഫിക്കേഷൻ കണ്ടത്. അവൻ അതിൽ ക്ലിക്ക് ചെയ്തു. സമയം 6:30 കഴിഞ്ഞു. അത്രയും സമയം അവിടെ പോയി. അതൊക്കെ പോട്ടെ, ഇന്ന് എന്തായാലും പ്രൊഡക്റ്റീവ് ആകണം. അവൻ എന്നിട്ട് പോയി പഠിക്കായിരുന്നു. ബുക്ക് തുറന്നു. അപ്പോൾ വീണ്ടും ഒരു നോട്ടിഫിക്കേഷൻ സൗണ്ട്. ആദ്യം മൈൻഡ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ അതെന്താണെന്നറിയാതെ അവനൊരു സമാധാനമില്ല. അങ്ങനെ അവൻ ഫോൺ എടുത്തു. അവൻ ഇപ്രാവശ്യം ബോധം വന്നപ്പോൾ സമയം 7:45. ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല. ഇനി ഫുൾ ഫോക്കസ് ആണെന്ന് പറഞ്ഞ് ഫോൺ സൈലൻ്റ് ആക്കി അപ്പുറത്തെ മുറി കൊണ്ടുവച്ചു. അങ്ങനെ അവൻ പഠിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഫോണിൽ വൈബ്രേഷൻ അടിക്കുന്ന പോലെ ഒരു തോന്നൽ. എന്താണേലും ഇപ്രാവശ്യം ഞാൻ പോകുന്നില്ല. പക്ഷെ പിന്നെയും വൈബ്രേഷൻ അടിക്കുന്നു. ഇനി ആരെങ്കിലും വിളിച്ചു കാണുമോ? അവൻ എണീറ്റ് പോയി ഫോൺ എടുത്തു നോക്കി. അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ പോലും വന്നിട്ടില്ല. എല്ലാം അവൻ്റെ തോന്നലായിരുന്നു. പിന്നെ ബോധം വരുമ്പോൾ അവൻ ഇൻസ്റ്റാഗ്രാമിൽ റീൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പ് എപ്പോഴൊക്കെ ഫോൺ എടുത്തോ അപ്പോഴൊക്കെ സമയം പോയിക്കൊണ്ടിരുന്നത് അവൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ ഈ ഡൂം സ്ക്രോളിംഗ് കാണണം. ഈ സ്റ്റോറി മിക്കവർക്കും റിലേറ്റബിൾ ആയിരിക്കും. എനിക്കിത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും കാര്യത്തിന് ഫോൺ എടുത്തതായിരിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. എന്തിനാ ഫോൺ എടുത്തതെന്ന് പോലും മറന്നു. പക്ഷേ എങ്ങനെയാണ് റീൽസ് ഇത്ര അഡിക്റ്റിംഗ് ആവുന്നത്? എന്തുകൊണ്ടാണ് റീൽസ് എടുത്താൽ നമുക്ക് സമയം പോകുന്നതേ അറിയാൻ പറ്റാത്തത്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്താണ് നമുക്ക് ഓരോ റീൽസിനും റെക്കമെൻഡ് ചെയ്യുന്നത്. ഈ $1 ബില്യൺ സോഷ്യൽ മീഡിയ കമ്പനീസിൻ്റെ മെയിൻ ലക്ഷ്യം നമ്മളെ കൂടുതൽ നേരം ഈ പ്ലാറ്റ്ഫോംസിൽ പിടിച്ചെടുത്താണെന്നാണ്. കാരണം കൂടുതൽ സമയം നമ്മൾ പ്ലാറ്റ്ഫോമിൽ സ്പെൻഡ് ചെയ്താൽ കൂടുതൽ ആഡ്സ് നമ്മളെ കാണിക്കാൻ പറ്റും. അതുവഴി മോർ റവന്യൂ ഫോർ ദി കമ്പനി. അതുകൊണ്ട് നമ്മളെ കൂടുതൽ നേരം പിടിച്ചെടുത്താൽ നമ്മുടെ ഇൻട്രസ്റ്റിനും ടേസ്റ്റിനും അനുസരിച്ചായിരിക്കും നമ്മുടെ ഫീൽഡ് ഡിസൈൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് റീൽസ് ഇത്ര അഡിക്റ്റിങ്ങും കണ്ടുകൊണ്ടിരുന്ന സമയം പോകുന്ന അറിയാത്തത്. ഇതൊക്കെ ഒരു പരിധി വരെ നല്ലതാണ്. കാരണം സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു നല്ല യൂസർ എക്സ്പീരിയൻസ് കിട്ടണേ, നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ അധികം വരണം എങ്കിലേ നമ്മൾ ആ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യും. പക്ഷേ ഇപ്പോൾ ആ പരിധിയൊക്കെ കഴിഞ്ഞു. 18 മുതൽ 25 വയസ്സ് വരെയുള്ള ഒരു ആവറേജ് ഇന്ത്യൻ സോഷ്യൽ മീഡിയ യൂസറിൻ്റെ സ്ക്രീൻ ടൈം ഏകദേശം 7 മണിക്കൂറാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു വർഷത്തിലെ ഏകദേശം 107 ദിവസം സ്ക്രീനിലാണ് സ്പെൻഡ് ചെയ്യുന്നത്. നമ്മളിൽ പെർ ഡേ സ്ക്രീൻ ടൈം ഈ 7 മണിക്കൂറിലും കൂടുതലായിരിക്കും. അതിൽ ഭൂരിഭാഗം സമയം ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷന് വേണ്ടി സോഷ്യൽ മീഡിയയിലെ ഷോർട്ട് ഫോം കണ്ട് സ്ക്രോൾ ചെയ്ത് കളയും. നമ്മൾ ഒരു ദിവസത്തിലെ ഏകദേശം 7 മണിക്കൂറോളം കൺട്രോൾ ചെയ്യുന്നത് ഈ സോഷ്യൽ മീഡിയ കമ്പനീസാണ്. പക്ഷേ അവർക്കത് പോരാ. നമ്മുടെ മുഴുവൻ സമയം അവർക്ക് വേണം. അത് കിട്ടാൻ അവർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് യൂസ് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ യൂസേഴ്സിനെ നമുക്ക് രണ്ടായി ഡിവൈഡ് ചെയ്യാം: ക്രിയേറ്റേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ്. ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ. കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ കണ്ടന്റ്സ് ഒക്കെ കാണുന്ന ആൾക്കാർ. നമ്മളെല്ലാവരും കൺസ്യൂമേഴ്സാണ്. കൺസ്യൂമേഴ്സായ നമ്മുടെ ടൈമിനെയും അറ്റൻഷനെയും കൺട്രോൾ ചെയ്യാൻ പോകുന്നത് എയിൽ വരുന്ന ഈ 3 ചേഞ്ചസ് കൊണ്ടായിരിക്കും. AI ഏജൻറ്റ്സ്. ഡെഡ് ഇൻ്റർനെറ്റ് തിയറി എന്ന് കേട്ടിട്ടുണ്ടോ? ഇതൊരു കോൺസ്പിറസി തിയറി ആയിരുന്നു. ഇൻ്റർനെറ്റിലെ ഭൂരിഭാഗം ആൾക്കാരും റിയൽ അല്ല, ബോട്ടുകളാണ്. ഈ ബോട്ടുകളെ യൂസ് ചെയ്ത് ഗവൺമെൻറ്റും കോർപ്പറേറ്റ്സും നമ്മളെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആ കോൺസ്പിറസി തിയറി പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഡെഡ് ഇൻ്റർനെറ്റ് തിയറി ഒരു കോൺസ്പിറസി തിയറി അല്ല, റിയാലിറ്റിയാണ്. മെറ്റ ഈ ഇടയ്ക്ക് AI ജനറേറ്റഡ് പ്രൊഫൈൽസ് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും റിലീസ് ചെയ്തു. ഈ AI ഏജന്റ് പ്രൊഫൈൽസിന് ഹ്യൂമൻസിനെ പോലെ ചാറ്റ് ചെയ്യാനും പോസ്റ്റ് ഇടാനും കമൻറ്റിന് റിപ്ലൈ കൊടുക്കാനും എല്ലാം പറ്റും. ഇതുപോലത്തെ AI ഏജന്റ് പ്രൊഫൈൽസ് കൊണ്ട് നിറച്ച് യൂസർ എൻഗേജ്മെൻറ്റ് കൂട്ടുക എന്നാണ് മെറ്റയുടെ ലക്ഷ്യം. ഇതിൻ്റെ കൂടെ റിലീസ് ചെയ്ത മെറ്റ AI സ്റ്റുഡിയോ ഉപയോഗിച്ച് ആർക്ക് വേണമെങ്കിലും AI ചാറ്റ് ബോട്ട്സിനെ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാക്കാം. ഓൾറെഡി ഇങ്ങനത്തെ ചാറ്റ് ബോട്ട്സിന് മില്യൺസ് ഓഫ് മെസ്സേജസ് ആണ് വരുന്നത്. അതുകൊണ്ട് ഇതെല്ലാം യൂസർ എൻഗേജ്മെൻറ്റ് കൂട്ടുന്നുണ്ട്. അതുപോലെ കഴിഞ്ഞ വർഷം ഇൻസ്റ്റാഗ്രാം പോലെ സോഷ്യൽ AI എന്ന് പറയുന്ന ഒരു ആപ്പ് ഇറങ്ങിയായിരുന്നു. അതിൽ നമ്മളോട് ഇൻട്രാക്ട് ചെയ്യുന്നത് ഫുൾ AI ക്യാരക്ടേഴ്സാണ്. നമ്മളായിരിക്കും ആ ആപ്പിലെ മെയിൻ ക്യാരക്ടർ. നമ്മളും ഈ AI ക്യാരക്ടേഴ്സ് മാത്രമുള്ള ഒരു വേൾഡ്. ഇത് കണ്ടുകൊണ്ട് മെറ്റ ഈ ആപ്പിൻ്റെ ഫൗണ്ടറിനെ ഹയർ ചെയ്തു. ഇതുപോലത്തെ AI ഏജന്റ് പ്രൊഫൈൽസ് കൊണ്ട് നിറച്ച് യൂസർ എൻഗേജ്മെൻറ്റ് കൂട്ടുക എന്നത് തന്നെയാണ് മെറ്റയുടെ ലക്ഷ്യം. ഇതായിരുന്നു 2024 AIക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റിയിരുന്ന വീഡിയോ. പക്ഷേ ഇന്ന് AIക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഉണ്ടാക്കാം. കഴിഞ്ഞ വർഷം AI ഇമേജ് ജനറേഷൻ എങ്ങനെയാണ് വളർന്നത്, അതുപോലെ തന്നെ AI വീഡിയോ ജനറേഷൻ ഈ വർഷം എക്സ്പ്ലോർഡ് ആകും. ഇപ്പോൾ നമുക്ക് AI വീഡിയോ കണ്ടാൽ മനസ്സിലാവും അത് ഒറിജിനൽ അല്ലെന്ന്. പക്ഷേ ഈ വർഷത്തോടെ ഏതാ ഒറിജിനൽ ഏതാ AI ജനറേറ്റഡ് വീഡിയോ എന്ന് പറയാൻ പറ്റില്ല. അത്രയും സ്പീഡിലാണ് ഈ സെക്ടർ വളർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് AI ജനറേറ്റഡ് കണ്ടന്റ് ഉണ്ടാക്കാൻ സിമ്പിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ നോക്കിയാൽ അറിയാം സോഷ്യൽ മീഡിയയിൽ ഈ AI കണ്ടൻസിൻ്റെ ക്വാണ്ടിറ്റി കൂടി വരുന്നുണ്ട്. ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് തന്നെ ഈ AI ജനറേറ്റഡ് കണ്ടൻസ് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യൂട്യൂബ് ഷോർട്സിന് വേണ്ട AI ക്ലിപ്സ് നമുക്കിപ്പോൾ യൂട്യൂബിൽ നിന്ന് തന്നെ ജനറേറ്റ് ചെയ്യിക്കാം. എന്താണെങ്കിലും ഇനി അങ്ങോട്ട് സോഷ്യൽ മീഡിയയിൽ AI ജനറേറ്റഡ് കണ്ടൻസിൻ്റെ വോളിയം കൂടി വരത്തേ ഉള്ളൂ. ഇത്രയും ക്വാണ്ടിറ്റി ഓഫ് കണ്ടൻസ് നമ്മുടെ സോഷ്യൽ മീഡിയ ഫീഡ് ജനറേറ്റ് ചെയ്യുന്ന AIക്ക് കൂടുതൽ ഓപ്ഷൻസ് കൊടുക്കും. ഇതെല്ലാം ചെന്നെത്തിക്കുന്നത് മോർ പേഴ്സണലൈസ്ഡ് കണ്ടന്റ് റെക്കമെൻഡേഷനിലേക്കാണ്, അല്ലെങ്കിൽ മോർ പേഴ്സണലൈസ്ഡ് ചീപ്പ് ഡോപ്പമിൻ. AI ഡീപ്ഫേക്സ് ഇപ്പോൾ ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. നമുക്ക് ലിറ്ററലി ഒരു മൂവിയിലെ ആക്ടറിനെ ചേഞ്ച് ചെയ്ത് വേറൊരാളെ അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും. ഇതുപോലെ
നമുക്ക് ഇതിലെ വ്യത്യാസം ഒരൊറ്റ നോട്ടത്തിൽ പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ആരുടെ വേണമെങ്കിലും പബ്ലിക്കലി അവൈലബിൾ ആയ 10 ഇമേജ് ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്കൊരു കസ്റ്റം AI മോഡൽ ഉണ്ടാക്കിയെടുക്കാം. അത് വെച്ച് നമുക്ക് അവരുടെ എങ്ങനത്തെ ഇമേജസ് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും ഈ ടെക് യൂസ് ചെയ്ത് ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യും. ഇങ്ങനത്തെ ഡീപ് ഫേക്ക് കൊണ്ടുള്ള സ്കാംസ് ഇപ്പോൾ കൂടി വരുന്നുണ്ട്. AI ഏജന്റ് പ്രൊഫൈൽസ് എന്നുള്ള ഇൻട്രാക്ഷൻസ്, റിയൽ ആണോ ഫേക്ക് ആണോ എന്നറിയാത്ത AI വീഡിയോസ്, ആരെയും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഡീപ് ഫേക്ക് കണ്ടന്റ്സ്, അതിൻ്റെ കൂടെ നമ്മളെ പിടിച്ചെടുത്താൻ വേണ്ടി തന്നെ ഡിസൈൻ ചെയ്ത സോഷ്യൽ മീഡിയയിലെ AI കണ്ടന്റ് റെക്കമെൻഡേഷൻ സിസ്റ്റം, ഇതെല്ലാം കൂടെ ആകുമ്പോൾ ചീപ്പ് ഡോപമൈൻ കിട്ടി നമ്മുടെ ബ്രെയിൻ ഫ്രൈ ആവും. ഈ 3 AI സെറ്റിൻ്റെ അഡ്വാൻറ്റേജ് എടുത്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് നമ്മുടെ ബാക്കി സമയം കൊണ്ടുപോകാൻ പോകുന്നത്. നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും? സോഷ്യൽ മീഡിയ അവോയ്ഡ് ചെയ്യണം. അത് നമുക്കൊരു ഓപ്ഷനേ അല്ല. കാരണം സോഷ്യൽ മീഡിയ ഈസ് ദ ന്യൂ മീഡിയ. നമുക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഈ സോഷ്യൽ മീഡിയ കൺസെപ്ഷനാണ് കൺട്രോൾ ചെയ്യേണ്ടത്. ഇനി അങ്ങോട്ട് പോകുന്നതോടെ ഈ കൺസെപ്ഷൻ കൺട്രോൾ ചെയ്യാൻ നല്ല പാടായിരിക്കും. നിങ്ങൾ ഈ വീഡിയോയുടെ ഇത്രയും കണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കൊണ്ട് പറ്റും. പക്ഷേ എങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയ കൺസെപ്ഷൻ കൺട്രോൾ ചെയ്യുന്നത്? കൺട്രോൾ ദി ആൽഗോരിതം. ഈ AI ആൽഗോരിതംസ് നിങ്ങളുടെ ഇൻട്രസ്റ്റിനനുസരിച്ചാണ് വീഡിയോസ് റെക്കമെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ അറ്റൻഷൻ സ്പാൻ കുറയ്ക്കുന്ന, നിങ്ങളുടെ ലൈഫിൽ ഒരു വാല്യൂസും ആടാക്കാത്ത ഷോർട്ട് ഫോം കണ്ടൻസ് ഒഴിവാക്കുക. അതങ്ങനെ ചെയ്യാം. ആദ്യം ഇതുപോലെ അങ്ങനത്തെ ടൈപ്പ് വീഡിയോസ് കാണുമ്പോൾ നോട്ട് ഇൻട്രസ്റ്റഡ് അടിക്കുക. നിങ്ങളുടെ ഫീഡ് വേണ്ട വീഡിയോസ് കാണുമ്പോൾ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇൻട്രസ്റ്റഡ് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ നമുക്ക് ആൽഗോരിതം നമുക്ക് വേണ്ട രീതിയിൽ ചേഞ്ച് ആക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് വാല്യൂ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്ന ക്രിയേറ്റേഴ്സിനെ മാത്രം ഫോളോ ചെയ്യുക. ഷോർട്ട് ഫോം കണ്ട് കുറേ നാൾ കണ്ടാൽ ഈ ക്വിക്ക് ഡോപമൈൻ ഹിറ്റ് കിട്ടി നമ്മുടെ ബ്രെയിൻ ഉറപ്പായും ഫ്രൈ ആകും. അൾട്ടിമേറ്റ്ലി നിങ്ങൾ ലോങ് ഫോം കണ്ടന്റ്, ബുക്ക്, ന്യൂസ് ലെറ്റർ ഇതിലേക്കെല്ലാം ട്രാൻസിഷൻ ആകാൻ ശ്രമിക്കുക. ഷോർട്ട് ഫോം കണ്ടന്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഈ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ നമ്മുടെ അറ്റൻഷൻ സ്പാൻ കുറയ്ക്കും. പിന്നെ നമുക്ക് ഒരു കാര്യത്തിലും ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ കൂടെ ഒക്കെ വരുന്ന ആൻസൈറ്റി, ഡിപ്രഷൻ വേറെയും. ഓൾറെഡി ഈ സോഷ്യൽ മീഡിയ കൺസപ്ഷൻ കാരണമുള്ള ആൻസൈറ്റി, ഡിപ്രഷൻ റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ടെക്നോളജീസ് ഇമ്പ്രൂവ് ആകുന്നതിനനുസരിച്ച് അതിന് എക്സ്പോണൻഷ്യലി കൂടത്തേ ഉള്ളൂ. ഇതെല്ലാം പ്രശ്നങ്ങളാണല്ലോ. ഇത്ര AI ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നിട്ട് നമുക്ക് ബെനിഫിറ്റ് ഒന്നുമില്ല. ഉണ്ട്. ഞാൻ പറയാൻ പോകുന്ന ഈ ഒരൊറ്റ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് കൊണ്ട് നിങ്ങളുടെ അറ്റൻഷൻ സ്പാൻ കൂട്ടാനും വരാൻ പോകുന്ന ആൻസൈറ്റി, ഡിപ്രഷൻ എല്ലാം ഒഴിവാക്കാനും പറ്റും. ഈ മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ വന്നാൽ ഈ AI ഇമ്പ്രൂവ്മെൻറ്റ്സിനെല്ലാം നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. എന്താണ് ഈ മൈൻഡ് സെറ്റ്? ക്രിയേറ്റ് മോർ ദാൻ യു കൺസ്യൂം. സോഷ്യൽ മീഡിയ യൂസേഴ്സിനെ രണ്ടായി ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞല്ലോ, ക്രിയേറ്റേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ്. സോഷ്യൽ മീഡിയ കൺസപ്ഷൻ കുറയ്ക്കാൻ നിങ്ങൾ കൺസ്യൂം ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ക്രിയേറ്റ് ചെയ്താൽ മതി. ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്ത് വേണേലും നിങ്ങൾ ക്രിയേറ്റീവായി ഉണ്ടാക്കുന്ന എന്തും സോഷ്യൽ മീഡിയയുടെ കോൺടാക്ട്സ് വരുമ്പോൾ അത് കൺഗ്രേഷനാവും. നിങ്ങൾ സ്വന്തമായി എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഫോക്കസ് വേണം, ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ വേണം. ഇതെല്ലാം ഒരു ക്രിയേറ്റർ ആവുന്നതിലൂടെ നിങ്ങൾ ബിൽഡ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ കൺസപ്ഷനിലൂടെ ഉണ്ടാകുന്ന പ്രോബ്ലംസ് ഒരു ക്രിയേറ്ററായ സോൾവ് ചെയ്യാൻ പറ്റും. ഈ പക്ഷം തന്നെ സോഷ്യൽ മീഡിയയിലെ AI ജനറേറ്റ് കണ്ടന്റിൻ്റെ വോളിയം കൂടി വരുന്നതാണ്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് പോകുന്നതോറും ഈ AI ജനറേറ്റ് കണ്ടന്റിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടന്റ് സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ പാടായിരിക്കും. അതേസമയം AI യൂസ് ചെയ്ത് ആർക്കും എന്തും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയാവും. അപ്പോൾ എല്ലാവരുടെ കയ്യിലും ഒരു പ്രൊഡക്റ്റോ സർവീസോ കാണും. അപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇതെങ്ങനെ ആൾക്കാരിലേക്ക് എത്തിക്കുമെന്നായിരിക്കും. ആ സമയത്ത് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് എടുക്കാൻ പോകുന്നത് ഓൾറെഡി ഡിസ്ട്രിബ്യൂഷൻ ഉള്ളവരായിരിക്കും. ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു എൻഗേജ്ഡ് കമ്മ്യൂണിറ്റി. ചുമ്മാ ഫോളോവേഴ്സ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ആൽഗോരിതത്തിന് പുറത്തൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോളോവേഴ്സിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റണം. ആൽഗോരിതത്തിന് പുറത്തൂടെ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ അത് ആരൊക്കെ കാണണമെന്ന് തീരുമാനിക്കുന്നത് ഇൻസ്റ്റാഗ്രാമാണ്. നിങ്ങൾക്ക് അവിടെ കൺട്രോളില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോളോവേഴ്സിലേക്ക് ഒരു ഡയറക്റ്റ് ആക്സസ് വേണം. പ്രൈവറ്റ് കമ്മ്യൂണിറ്റി വഴിയോ അല്ലെങ്കിൽ ഇമെയിൽ ന്യൂസ് ലെറ്റർ വഴിയോ നിങ്ങൾക്ക് അവരിലേക്ക് ഡയറക്റ്റ് ആക്സസ് ഉണ്ടാക്കിയെടുക്കാം. ഇതുണ്ടെങ്കിൽ ഈ ഓപ്പർച്യൂണിറ്റിയുടെ ഫുൾ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. എങ്ങനെ AI യൂസ് ചെയ്ത് ബെറ്റർ കണ്ടൻസ് ഉണ്ടാക്കാം, എങ്ങനെ കൺഗ്രഷനിലേക്ക് AI ഇൻറ്റഗ്രേറ്റ് ചെയ്യാം, എങ്ങനെ ഇതുപോലത്തെ കമ്മ്യൂണിറ്റീസ് ഉണ്ടാക്കാം, ഇതിനെപ്പറ്റിയെല്ലാം ഡീറ്റെയിൽ ആയി നമ്മുടെ കോഴ്സിൽ നിന്ന് പഠിക്കാൻ പറ്റും. നിങ്ങൾ ബിഗിനർ ആണെങ്കിലും കുഴപ്പമില്ല, നമ്മൾ കൺഗ്രേഷൻ്റെ ബേസിക്സ് മുതൽ കവർ ചെയ്യുന്നുണ്ട്. അതിലേക്കുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇതാണ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ സമയം. കാരണം ഇപ്പോൾ ഈ AI ടൂൾസ് ലെവറേജ് ചെയ്ത് നിങ്ങൾക്ക് ബെറ്റർ കണ്ടൻസ് ഈസിയായി ഉണ്ടാക്കാം. ഹിസ്റ്ററിയിൽ ഇത്രയും ഈസിയായി നിങ്ങളുടെ ഐഡിയാസ് ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റിയ സമയം വേറെ ഉണ്ടായിട്ടില്ല. കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ഈസിയായെന്ന് പറയാൻ കാര്യം ഇതാണ്. എന്താണ് ഹൈബ്രിഡ് ക്രിയേറ്റേഴ്സ്? ഹൈബ്രിഡ് ക്രിയേറ്റേഴ്സ് സ്വന്തമായി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. അവർക്കൊരു ഡിജിറ്റൽ AI ക്ലോണിംഗ് ആണ്. ലോങ് ഫോം ഹൈ വാല്യൂ കണ്ടൻസിന് അവർ തന്നെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യും. പക്ഷേ ഷോർട്ട് ഫോം കണ്ടന്റൊക്കെ അവരുടെ ഡിജിറ്റൽ AI ക്ലോണിനെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇങ്ങനത്തെ ഹൈബ്രിഡ് ക്രിയേറ്ററിന് ഒരു എക്സാമ്പിളാണ് വരുൺ മയ്യ. വരുണിൻ്റെ ഷോർട്ട് ഫോം കണ്ടന്റ് ഫുൾ AI ക്ലോൺ വെച്ചാണ് ഉണ്ടാക്കുന്നത്. ലോങ് ഫോം കണ്ടന്റിൽ വരുൺ തന്നെ വീഡിയോ ചെയ്യും. അതുപോലെ വേറൊരു എക്സാമ്പിളാണ് ആവണി. ഞാനും എൻ്റെ ഡിജിറ്റൽ AI ക്ലോൺ ഉണ്ടാക്കി കണ്ടന്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഹേജൻ യൂസ് ചെയ്ത് ഈസിയായി നിങ്ങളുടെ ഡിജിറ്റൽ AI ക്ലോൺ ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഷോർട്ട് ഫോം കണ്ടന്റ് വേണ്ടി ഷൂട്ട് ചെയ്തോ റെക്കോർഡ് ചെയ്തോ സമയം കളയേണ്ട കാര്യമില്ല. ഹേജനിലെ നമ്മുടെ ഡിജിറ്റൽ ക്ലോൺ യൂസ് ചെയ്ത് വീഡിയോ ഉണ്ടാക്കാം. ഇതുപോലെ ഇഷ്ടംപോലെ ഹൈബ്രിഡ് ക്രിയേറ്റേഴ്സിനെ നമുക്ക് ഈ വർഷം തന്നെ കാണാൻ പറ്റും. ഇത് എഫിഷ്യൻ്റ് ആണ്, എഫക്റ്റീവും ആണ്. ഇപ്പോൾ നമുക്ക് ലിറ്ററലി ഒരു ബാരിയറും ഇല്ല. AI യൂസ് ചെയ്ത് നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നമുക്ക് എങ്ങനത്തെ കണ്ടന്റ് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അത്ര അഡ്വാൻസ്ഡ് ആയ AI വീഡിയോയും AI ഇമേജ് ജനറേഷനും. നമ്മുടെ ക്രിയേറ്റിവിറ്റിയാണ് ക്രിയേറ്റ് ചെയ്യാനുള്ള പുതിയ ലിമിറ്റ്. ഇത്രയും നാൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റാത്ത ഹൈ ക്വാളിറ്റി കണ്ടന്റ്സ് ഇപ്പോൾ അതിൻ്റെ ഫ്രാക്ഷൻ ഓഫ് കോസ്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഹ്യൂമൻ ക്രിയേറ്റിവിറ്റിയിലൂടെ ഈ AI പവേർഡ് വർക്ക് ഫ്ലോസ് അതാണ് നമ്മൾ നല്ല കണ്ടന്റിലേക്ക് എത്തിക്കുന്നത്. ഇതൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കൺഗ്രേഷൻ പ്രോസസ്സ് ഈസിയാക്കാം. ഈ വീഡിയോയിൽ എന്തൊക്കെയാണ് നമ്മൾ കവർ ചെയ്തതെന്ന് ഒന്നുകൂടെ നോക്കാം. അത് നമ്മൾ എങ്ങനെയാണ് AI നമ്മളെ സീക്രറ്റ്ലി കൺട്രോൾ ചെയ്യുന്നത് നോക്കി. അത് കഴിഞ്ഞ് അതങ്ങനെ നിർത്താമെന്ന് പഠിച്ചു. പിന്നെ AI എന്തുകൊണ്ട് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് നോക്കി. ഈ ഓപ്പർച്യൂണിറ്റി എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമെന്ന് അത് കഴിഞ്ഞ് പഠിച്ചു.
നിങ്ങൾക്ക് നമ്മുടെ AI ക്രിയേറ്റർ കോഴ്സ് ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എക്സ്ക്ലൂസീവ് AI കമ്മ്യൂണിറ്റിയിലോട്ടുള്ള ലിങ്കും അവിടെ ഉണ്ട്. അവിടെ നമ്മൾ വീക്ക്ലി കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് മാത്രമായി എക്സ്ക്ലൂസീവ് AI കണക്ട് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് അതിലോട്ടുള്ള ആക്സസ് വേണം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ മതി. ഒരു സോഷ്യൽ മീഡിയ കൺസ്യൂമറിൽ നിന്ന് ട്രാൻസിഷനായി ഒരു ക്രിയേറ്റർ ആവാൻ ഇതാണ് ബെസ്റ്റ് ടൈം. സോ ക്രിയേറ്റ് മോർ ദാൻ യു കൺസ്യൂം.